പ്രിയപ്പെട്ടവരെ, നമ്മൾ 46-ാമത്തെ സങ്കീർത്തനം ഒന്ന് ധ്യാനിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം. 11 വചനങ്ങളുള്ള സങ്കീർത്തന ഭാഗം. ദൈവം തൻ്റെ ജനത്തോടൊന്നിച്ച് വാസമുറപ്പിക്കുന്നതിലുള്ള ആനന്ദമാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. സ്വന്തം ജനത്തിനും പ്രദേശത്തിനും ദൈവം അഭയവും സഹായവും നൽകുന്നവനാണ്. മനുഷ്യൻ ദൈവസന്നിധിയിലാണ് സുരക്ഷ കണ്ടെത്തുന്നതും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടേണ്ടുന്നതും. ജീവിതത്തിൽ എത്രമാത്രം തകർച്ചകൾ വന്നാലും നമ്മുടെ അഭയവും ശക്തി കേന്ദ്രവുമായിട്ടുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ സംരക്ഷണം ലഭിക്കുമെന്ന് സങ്കീർത്തകൻ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുകയാണ്. ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധ നിമിഷങ്ങളിൽ ശാന്തമാകുവാനും ദൈവം സർവശക്തനാണെന്ന് ഓർമ്മിപ്പിക്കുവാനുമായിട്ട് സങ്കീർത്തകൻ നിരന്തരം ആവശ്യപ്പെടുകയാണ്. സൈന്യങ്ങളുടെയും യാക്കോബിൻ്റെയും ദൈവം നമ്മെ നിരന്തരം കാത്തുകൊള്ളും. ലോകവും ജീവിതവും പ്രക്ഷുബ്ധമാകുമ്പോഴും ദൈവമായ കർത്താവേ, അങ്ങാണ് എൻ്റെ ആശ്രയവും സങ്കേതവും. യാക്കോബ് ദൈവഭവനമായിട്ട് സ്ഥാപിച്ചത് തലവച്ച് ഉറങ്ങിയ അത് ഒരു കല്ലായിരുന്നല്ലോ. ഞങ്ങളുടെ രക്ഷയും അഭയശിലയുമായിട്ടുള്ള ഈശോയെ, എല്ലാ സമയത്തും ശാന്തതയോടെ ജീവിതകാര്യങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങ് ഞങ്ങളോടുകൂടെ നിരന്തരം വസിക്കുന്നു എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ജീവിതത്തിൽ എന്തുമാത്രം പ്രക്ഷുബ്ധ നിമിഷങ്ങളുണ്ടെങ്കിലും ശാന്തമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ശക്തമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.